ഖബർ ജീവിതമോർത്ത് കരഞ്ഞ് മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുണ്ടായ സ്വഹാബി ആരാണ്? ഓപ്ഷൻ എ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു. ഇതിലാരാണ്? ഓക്കെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. ഉമർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം പറയില്ല ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം കരയേണ്ട അല്ലേ. അതിൽ ഖബറിനോർത്ത് ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഖബർ എന്നാണ് പറഞ്ഞാൽ മതി അപ്പം തന്നെ കരഞ്ഞു. അതാരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഒരു ദിവസത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമുണ്ട്. എവിടുത്താണ്? ദുനിയാവിലാണോ ഖബറിലാണോ മഹ്ശറിലാണോ? മഹ്ശറിൽ ഒരു ദിവസത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമുണ്ട്. ചിലപ്പോൾ ഇത് പൂരിപ്പിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറി മാറി വരും. അപ്പോൾ ഇതിന് വിഷയം പഠിക്കാം. മഹ്ശറിൽ ഒരു ദിവസത്തിന് 50,000 വർഷത്തെ ദൈർഘ്യമുണ്ട്. ഭക്ഷണം ലഭിക്കാത്തതിനാൽ 3 ദിവസം പട്ടിണി കിടന്ന മഹാൻ ഇമാം ആരാണ്? ഇമാം മാലിക് ആണോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആണോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത പറഞ്ഞെടുത്ത് കാണാം അല്ലേ. 3 ദിവസം പട്ടിണി കിടക്കുന്ന സമയത്ത് ഒരാൾ എന്ത് ചെയ്തു? ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. ആ സമയത്ത് ഭക്ഷണം അദ്ദേഹം സ്വീകരിച്ചില്ല. കാരണം എന്തായിരുന്നു? അയാൾ ഗവൺമെന്റിൽ നിന്നൊക്കെ സമ്മാനം വാങ്ങുന്ന ഒരാളാണ് ആ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത് അല്ലേ. ഗവൺമെന്റിൽ നിന്ന് അഥവാ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് സമ്മാനം വാങ്ങുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ശുബ്ഹത്തിൻ്റെ സമ്പത്താണ്, ഹലാലോ ഹറാമോ അറിയാത്ത സമ്പത്താണ്. അങ്ങനത്തെ ആളുടെ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ മഹാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. സത്യവിശ്വാസികളുടെ കടമയാണ് പ്രകൃതി സംരക്ഷണമാണോ കീടനാശിനി പ്രയോഗമാണോ ധൂർത്താണോ? പ്രകൃതി സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്ബറ സ്ഥിതി ചെയ്യുന്നത് എവിടെ? മദീനയിലാണോ ഈജിപ്തിലാണോ കൂഫയിലാണോ? ഈജിപ്തിൽ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്ബറ എവിടെയാണ്? ഈജിപ്ത്. പഴങ്ങൾ എന്ന വാക്കിന് അറബി എന്താണ്? അനാനസ് ആണോ ഫവാക്കിഹ് ആണോ അഖ്ലാർ ആണോ? ഫവാക്കിഹ്. എന്താണ്? ഫവാക്കിഹ്. ഇനി ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം നയിച്ചു ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണോ? ഇമാം ഷാഫി ആണോ? ഇമാം ഗസാലി ആണോ? ആരാണ്? ഇമാം ഷാഫി. അതിനേക്കാളും കൂടുതൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആരറിയോ? ഹംബലി ഇമാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹംബലി ഇമാമിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ നെല്ലൊക്കെ ഉണ്ടാവില്ലേ, കൊയ്ത് കഴിഞ്ഞാൽ ഗോതമ്പൊക്കെ, ആ ഗോതമ്പിൻ്റെ മണികൾ പൊറുക്കിയിട്ട് എല്ലാവരും പാടത്ത് ഇങ്ങനെ ഉപേക്ഷിച്ച് ഒഴിവാക്കിയിട്ട് പോയുണ്ടാവുമല്ലോ, അത് പൊറുക്കിയിട്ടൊക്കെ ഭക്ഷണം കഴിച്ച ഒരാളായിരുന്നു. ആര്? കുടുംബമായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. ദാരിദ്ര്യത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉപ്പൊക്കെ മരിച്ചു ദാരിദ്ര്യം തന്നെയായിരുന്നു. പക്ഷേ അതിനേക്കാളും കൂടുതൽ ദാരിദ്ര്യം ആർക്കുണ്ടായിരുന്നു? അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതേണ്ടത് ആരെയാണ്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷർട്ട് കൊണ്ട് ബർക്കത്തെടുത്തു ആര്? ഇമാം ഷാഫി റളി അല്ലേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചോദിച്ചു ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് സലാം വറഹ്മത്തുള്ളാഹി ഉണ്ടായത്. അപ്പോൾ എന്ത് ചെയ്തു? ആ ഷർട്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ഷാഫി ഇമാം സ്വപ്നം കണ്ടു. നബി തങ്ങൾ എന്ത് ചെയ്തു? സ്വപ്നം കണ്ടു. ആ സ്വപ്നമായുള്ള കത്ത് ആർക്ക് കൊടുത്തയച്ചു? റബി എന്നവർ മുഖേന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അയച്ചു. ആ കത്ത് കിട്ടിയപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കത്ത് കൊണ്ടുവന്നാക്കൊരു ഗിഫ്റ്റായിട്ട് എന്ത് ചെയ്തു? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഏറ്റവും പുതിയ വസ്ത്രം കൊടുത്തു. അപ്പോൾ ആ വസ്ത്രം കിട്ടിയപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആ ഷർട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഷർട്ടൊന്ന് എനിക്ക് തരുമോ, ഞാനൊന്നത് ബർക്കത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ മുക്കിയെടുക്കട്ടെ എന്ന് ചോദിച്ചത് ആരാണ്? ഷാഫി ഇമാമാണ്. വുളൂ ചെയ്തു കഫൻ പുടവ പുതച്ചു വഫാത്തായി. ഒരു മഹാൻ എന്ത് ചെയ്തു എന്നറിയോ? സുബഹി നിസ്കരിച്ച് കഫംപുട വിരിച്ച് അല്ലേ സൊഹീൽ ബുഖാരി നെഞ്ചത്ത് വെച്ച് മരിച്ച മഹാന്റെ പേരെന്താണ്? എന്താണ് പേര്?
വുളൂ ചെയ്ത് കഫംപുട പുതച്ച് വഫാത്തായ മഹാന്റെ പേരെന്താണ്? ഇമാം ഗസാലി ഇമാം. സുബഹി നിസ്കരിച്ച് വുളൂ എടുത്ത് കഫംപുട വിരിച്ച് അതിൽ വഫാത്തായ ആളാണ് ഇമാം ഗസാലി ഇമാം. ഹിദായത്തുൽ അദ്കി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. കേരളത്തിൽ മതപ്രബോധനം നടത്തി ആര്? മാലിക് ബിനു ദീനാർ. ഒരു മിനിറ്റ്. കുടുംബ ബന്ധങ്ങൾ ഡാഷ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. തകരുക അല്ലെ, കുടുംബ ബന്ധങ്ങൾ തകരുക എന്നുള്ളത്, മുറിയുക എന്നുള്ളതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ദൂർത്തടിക്കുന്നവർ ഡാഷിന്റെ സഹോദരന്മാരാണ്. ആരുടെ? പിശാചിന്റെ സഹോദരന്മാരാണ്. ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരന്മാരാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര ലക്ഷത്തിലധികം ഹദീസുകൾ മനപ്പാടാക്കി? 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനപ്പാടമാക്കി. ഖബറിൽ ഡാഷ് സ്വർഗീയ സുഖം ലഭിക്കും. ഖബറിൽ സജ്ജനങ്ങൾക്ക്, നല്ല ജനങ്ങൾക്ക് സ്വർഗീയ സുഖം ലഭിക്കും. ഇമാം ഷാഫി ഡാഷ് നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. എത്രാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്? 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണെന്ന് അഹമ്മദ് ബിൻ ഷാഫി ഇമാം. ഇമാം ഷാഫി ഇമാം 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്, ഏറ്റവും വലിയ പണ്ഡിതൻ കേട്ടോ. ആരാണ്? ഷാഫി ഇമാമാകുന്നു. അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ആമന റസൂൽ അവസാനത്തെ ആയത്താണത്. അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. അപ്പോൾ ആമന റസൂൽ കാണാതെ പഠിക്കണം എന്ന് മനസ്സിലായി. അമാനത്ത് നഷ്ടപ്പെട്ടാൽ അടയാളമാണ് എന്തിൻ്റെ? ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് എന്താണ്? വെട്ടുക്കിളി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ജനിച്ചത് എവിടെ? ബഗ്ദാദ്. എവിടെ? റൂഹുല്ല എന്ന പേരുള്ള നബി ഈസാ നബി. ആരാണ്? ഉപ്പ് എന്നതിൻ്റെ അറബി മിൽഹ്. എന്താ പറയാ? മിൽഹ്. തോക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കഴിവ്. തോക്കത്ത് പറഞ്ഞാൽ മാലാ തോക്ക. ആമന റസൂലുണ്ട് മാലാ തോക്കത്തല്ല നബി. ഞങ്ങൾക്ക് കഴിയുന്നത് ഞങ്ങളോട് കൽപ്പിക്കാവോ അള്ളാഹുവേ, ഞങ്ങളുടെ മേൽ കഴിയാത്തത് നീ ഞങ്ങളുടെ മേൽ തരരുത്. ഇതായിരിക്കും എനിക്ക് പോയിണ്ടാവുക അല്ലേ. തോക്കത്ത് കഴിവ്. സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും ആർക്ക്? വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ അല്ലേ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ. അള്ളാഹുവിൻ്റെ ഈമാൻ ഉൾക്കൊള്ളും. ആദ്യം ഈമാൻ വേണം, എന്നിട്ട് അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ എന്ത് ചെയ്യും? നല്ല മരണം കിട്ടും. താജുദ്ദീൻ എന്ന സ്വഹാബി യാത്രാ സംഘത്തോട് വസിയത്ത് ചെയ്തത് എന്താണ്? യാത്ര തുടരണമെന്നും കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും, നിങ്ങൾ അവിടെ പള്ളി ഉണ്ടാക്കി കേരളത്തിൽ ഇസ്ലാം കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ചേരമാ പെരുമാൾ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് തിരിച്ചു വരുമ്പോൾ ഒമാൻ എന്ന സ്ഥലത്ത്, എവിടെ? ഒമാനിലെ എവിടെ? ഷഹർ അല്ലേ എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് വസിയത്ത്, നിങ്ങൾ കേരളത്തിൽ പോയി പള്ളി ഉണ്ടാക്കി ഇസ്ലാം പ്രചരിപ്പിക്കണം. അറിവ് പഠിക്കാൻ ഇമാം ഷാഫി യാത്ര ചെയ്ത 4 സ്ഥലങ്ങൾ: മക്ക, മദീന, യമന്, ഇറാഖ്. ഖിയാമത്ത് നാൾ അടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ: കൊലപാതകം വർദ്ധിക്കും, സംഗീതമേളകൾ വർദ്ധിക്കും, വ്യഭിചാരം വർദ്ധിക്കും, സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കും, പലിശ ഇടപാടുകൾ. പ്രകൃതി സംരക്ഷണത്തിൽ പെടുന്ന 2 കാര്യങ്ങൾ: മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, കീടനാശിനി ഉപയോഗിക്കാതിരിക്കുക, സസ്യങ്ങൾ നട്ടുപിടിക്കുക. ഇതൊക്കെ എന്താണ്? പ്രകൃതി സംരക്ഷണമാണ്. പണ്ഡിതന് നൽകിയ റൊട്ടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ സ്വീകരിച്ചില്ല. പണ്ഡിതന് നൽകിയ റൊട്ടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ സ്വീകരിച്ചില്ല. കാരണം അയാൾ ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായിരുന്നു. വാഫ് അന്ന എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്കിനി മാപ്പ് നൽകണമേ. ഇനി 5 വാക്കിൽ കഴിയാതെ എഴുതുക. എന്തിന്? മഹ്ശറയെക്കുറിച്ച്. മഹ്ശറയിലെ ഒരു ദിവസമാണ് പറഞ്ഞത് 50,000 വർഷമാണ് അല്ലേ. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാരുടെ അടുത്ത് പോയി ഞങ്ങൾ ഈ മഹ്ശറ എന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആദം നബിൻ്റെ അടുത്ത് പോവും, മൂസാ നബിൻ്റെ അടുത്ത് പോവും, ഇബ്രാഹിം നബിൻ്റെ അടുത്ത് പോവും, ഈസാ നബിൻ്റെ അടുത്ത്. എല്ലാവരും പറയും ഞങ്ങൾക്ക് കഴിയൂല, ഞങ്ങൾക്ക് അതിന് അർഹരല്ല. അപ്പോൾ നബി തങ്ങളുടെ അടുത്ത് പോകും. നബി തങ്ങൾ പറയുന്നത് ഞാൻ അതിന് അർഹനാണ്, ഞാൻ ഷഫാത്ത് ചെയ്യാം.
അങ്ങനെ നല്ല ജനങ്ങളെ വിചാരണക്കും നല്ല ജനങ്ങളെ സ്വർഗത്തിലേക്കാക്കും, ചീത്ത ആൾക്കാരെ നരകത്തിലേക്കാവും. സൂര്യൻ ഒരു ചാണ് മുകളിൽ ഉദിക്കും, ഓരോരുത്തരുടെ തെറ്റിനനുസരിച്ച് വിയർപ്പിൽ മനുഷ്യൻ മുങ്ങിക്കൊള്ളിക്കും. പിന്നെ ധൂർത്തടിക്കുന്ന പറ്റി നീ ധൂർത്തടിക്കരുത്. ധൂർത്തടിക്കുന്ന പിശാചിൻ്റെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ തൻ്റെ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവരാണ്. അല്ലെ, ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താണ് ധൂർത്ത് എന്ന് പറഞ്ഞാൽ? ആവശ്യത്തിലധികവും തൻ്റെ കഴിവിൻ്റെ പരിധിയിലപ്പുറവും ഹറാമായ കാര്യത്തിന് വേണ്ടി, നാട്ടിൽ പൊങ്ങച്ചുണ്ടാവാൻ വേണ്ടി ചെലവഴിക്കുന്നതെല്ലാം ധൂർത്താണ്. അള്ളാഹും റസൂലും മുഅ്മിനീങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് ധൂർത്തടിക്കാതെ എല്ലാത്തിലും ഒരു മിഡിൽ സ്വഭാവം, ഒരു മധ്യനില സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.